സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാഗി കൊണ്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള രാഗി പുട്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് രാഗി പൊടി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം കുടഞ്ഞ് നമുക്കിതൊന്ന് പൊടിയൊന്ന് നനച്ചെടുക്കാം. വെള്ളം ഒരുപാട് അധികമായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം. ഒരുപാട് അധികമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. ഇത് കട്ട പിടിച്ചാൽ പിന്നെ പുട്ടൊന്നിനും കൊള്ളില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. രാഗി കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് കാൽസ്യം കണ്ടൻറ്റും അയൺ, പൊട്ടാസ്യം എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മില്ലറ്റാണ് രാഗി. അപ്പോൾ രാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് നനച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നനച്ചെടുക്കാം. കുറച്ചൊന്നും കൂടി നനയാനുണ്ട്. അപ്പോൾ ആ ഒരു നനവ് മതി. ഇനി ഞാനിതിലേക്ക് ഒരു അരമുറി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് തന്നെ ഉണ്ട് നാളികേരം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാളികേരം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ പാലൊക്കെ ഇറങ്ങിയിട്ട് പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നനവ് മതി. ഇനി ഞാനിതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നനവ് മതി. ഇനി അത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രാഗിപ്പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തേങ്ങാപ്പാലും നമ്മൾ ചേർത്ത് വെള്ളമൊക്കെ കൂടിയിട്ട് നന്നായിട്ട് നനഞ്ഞെടുത്തിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആകെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. ബാക്കി പിന്നെ ഈ തേങ്ങയുടെ പാലിൻ്റെ ആ ഒരു നനവാണ്. ഇത് പുട്ട് കുറ്റിയിലേക്ക് വാരിടാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് വാരിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് സാധാരണ പുട്ട് പോലെയല്ല. അത്യാവശ്യം നല്ല വേവുണ്ട് ഇതിന്. അപ്പോൾ അത് കുറച്ച് നേരം വെച്ച് നന്നായിട്ട് ആവി വന്നിട്ട് കുത്തിയെടുക്കാം. അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ഇനി ഒരു കുറ്റി പുട്ടും കൂടി ഉണ്ടാക്കാനുള്ള പൊടിയുണ്ട്. അതും കൂടി ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ അതുകൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 കപ്പ് പൊടി കൊണ്ട് എനിക്കൊരു 6 കഷ്ണം പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് പഴം കറിയൊന്നും ആവശ്യമില്ല, നമുക്ക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാം. അത്രയും നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയാം കേട്ടോ. ഒരു കഷ്ണം ഒന്ന് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ തന്നെയുള്ള പുട്ടാണ്, രാഗി പുട്ട്. താങ്ക് യു.